നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള LDF-ന്റെയും UDF-ന്റെയും പ്രകടന പത്രികകൾ നാളെ പുറത്തിറക്കും. വമ്പൻ പ്രഖ്യാപനങ്ങളുമായാണ് ഇരു മുന്നണികളുടെയും പത്രികകൾ പുറത്തിറങ്ങുക. LDF പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ 3500 രൂപ നൽകുമെന്നതാണ് പ്രധാന വാഗ്ദാനമെന്നാണ് വിവരം. UDF-ന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ച KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനവും LDF-ന്റെ പ്രകടന പത്രികയിൽ ഉണ്ടാകും. TV പ്രസാദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. പ്രസാദ്, എന്തായാലും വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. മറ്റെന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷയുള്ളത്? ശ്രുതി പറഞ്ഞതുപോലെ പ്രകടന പത്രിക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ UDF നേരത്തെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ 3000 രൂപ ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നടത്തിയതോടുകൂടി അതിൻ്റെ മുകളിൽ എന്ത് പ്രഖ്യാപിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമായും NDAയും അതുപോലെ തന്നെ LDF നോക്കിയത്. NDAയുടെ പ്രകടന പത്രിക ഇന്ന് വന്നു കഴിഞ്ഞു. നാളെ ഇപ്പോൾ LDF-ന്റെ പ്രകടന പത്രികയിൽ പ്രധാനമായും ക്ഷേമ പെൻഷൻ 3500 രൂപയാക്കുന്നത് പരിഗണിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രകടന പത്രികയ്ക്ക് മുഖ്യമന്ത്രി അന്തിമ രൂപം നൽകുകയും ചെയ്തു. നാളെ പ്രകാശനം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി കോൺഗ്രസ് UDF പ്രഖ്യാപിച്ചെങ്കിലും ഈ പറയുന്ന സൗജന്യ KSRTC യാത്ര അത് LDF-ന്റെ പ്രകടന പത്രികയിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് വലിയ കയ്യടി നേടി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആളുകളുടെ വോട്ട് ചോരാത്ത രീതിയിലുള്ള പ്രകടന പത്രികയ്ക്കായിരിക്കും LDF-ഉം UDF-ഉം രൂപം നൽകുക എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രകടന പത്രിക ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൂന്നിയുള്ള ചർച്ചയാണ് പ്രധാനമായും ഇനി അങ്ങോട്ടേക്ക് നടക്കാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ വോട്ടർമാരെ ആകർഷിക്കാനുള്ള എല്ലാ പൊടിക്കൈകളും ഈ പറയുന്ന രണ്ടുപേരുടെയും പ്രകടന പത്രികയിൽ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ശ്രുതി, തീർച്ചയായിട്ടും എന്തായാലും വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.